വർഷമായിട്ട് വാർഡിൻ്റെ ക്ഷേമത്തിന് വേണ്ടി മാറി വേറി വരുന്ന കൗൺസിലർമാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം വന്ന കരട് രേഖയിൽ പാൽക്കുളങ്ങര വാർഡ് നിലനിൽക്കെ പെരുന്താണി ആണ് ഇല്ലാതായിരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ പരാതിയോ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പാൽക്കുളങ്ങര വാർഡിൻ്റെ പേര് എങ്ങനെ നഷ്ടമാവുന്നു എന്ന് നമുക്ക് ഒരുവിധം ചിന്തിക്കുന്നവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെ നഷ്ടമാവാം. 80% വാർഡിൻ്റെ ഏരിയയും അതേപോലെ നിലനിൽക്കെ വെറും 20% മാത്രമാണ് പാൽക്കുളങ്ങര വാർഡിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അങ്ങനെ 20% കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു വാർഡിന് എങ്ങനെയാണ് നിലനിൽക്കുന്ന പേര് പോകുന്നത്? 80% പാൽക്കുളങ്ങര വാർഡ് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് പാൽക്കുളങ്ങര വാർഡ് ഇന്നും നിലനിൽക്കുന്നത്. കരട് രേഖ 18-ാം തീയതി നവംബറിൽ പ്രസിദ്ധീകരിച്ചപ്പോഴും എങ്ങനെയായിരുന്നോ ആ കരട് രേഖയിൽ തെക്ക് വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫൈനൽ ഗസറ്റിലും വന്നിരിക്കുന്നത്. പക്ഷേ പേര് മാറ്റം വന്നു. അതെന്തെന്ന് വെച്ചാൽ ആദ്യം കരട് രേഖയിൽ പെരുന്താണി വാർഡ് വിഭജിച്ച് പല വാർഡുകളിലായിട്ട് പോയ സമയത്ത് പെരുന്താണി വാർഡുകാർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഒരു അവസരമുണ്ടായിരുന്നു. അവർ അവരുടേതായ രീതിയിൽ പെരുന്താണി വാർഡ് നഷ്ടമാവരുത് എന്നുള്ള രീതിയിൽ അവർ പരാതി കൊടുത്തു. ആ പരാതി കൊടുക്കുന്ന സമയത്ത് പെരുന്താണി വാർഡ് നഷ്ടമാവാതിരിക്കാൻ പാൽക്കുളങ്ങര വാർഡിന് പെരുന്താണി എന്നൊരു പേര് ചേർക്കുന്നത് ഒരു ഔചിത്യപരമായ കാര്യമല്ല. വാർഡിൽ 80% ഏരിയയും പാൽക്കുളങ്ങര വാർഡിൽ തന്നെ നിലനിൽക്കെ പാൽക്കുളങ്ങര വാർഡിന് മറ്റൊരു പേര് എങ്ങനെ നൽകും? അതുപോലെ തന്നെ ഇപ്പോൾ ഫോർട്ട് എന്ന് പറയുന്ന കോട്ടകളും മറ്റും ഉള്ളത് കൊണ്ടാണ് ഫോർട്ടിന് ഫോർട്ട് വാർഡ് എന്നൊരു പേര് വന്നിരിക്കുന്നത്. അതുപോലെ പാൽക്കുളങ്ങര വാർഡിന് പാൽക്കുളങ്ങര വാർഡെന്ന് പറയാൻ പാൽക്കുളങ്ങര ദേവി ക്ഷേത്രമുണ്ട്, പാൽക്കുളങ്ങര ദേവി കുളമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ പേരിന് ഒട്ടും യോജിക്കാത്ത, വാർഡിന് ഒട്ടും യോജിക്കാത്ത ഒരു പെരുന്താണി വാർഡ് എന്നൊരു വാർഡിൻ്റെ പേര് നൽകിക്കൊണ്ട് ഡീലിമിറ്റേഷൻ വന്നിരിക്കുന്നത് ഒരിക്കലും നമുക്ക് അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.